ഒരുപാട് നാളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. എടോ, ഈ മനസമാധാനം എന്ന് പറയുന്നതേ മഹാഭാഗ്യമുള്ളവർക്ക് കിട്ടുന്ന. എന്റെ അറിവ് വെച്ച് നോക്കുമ്പോ തന്റെ ഈ മനസമാധാനക്കേട് താൻ തന്നെ സ്വയം സൃഷ്ടിക്കുന്ന. എന്റെ മനസ്സിലെ കാര്യങ്ങൾ മുഴുവനായിട്ട് എനിക്ക് അറിയൂ. ഞാനിപ്പൊ കണ്ട സ്വപ്നങ്ങൾ വെച്ച് നോക്കുമ്പോ എന്റെ ഭാവി അപകടത്തിലാ. ദുർഗ, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എടോ, എന്റെ മരണം വരെ ഞാൻ തന്റെ കൂടെയില്ലേ? താൻ എന്റെ ഭാര്യയല്ലേ? തന്റെ പ്രശ്നങ്ങളൊക്കെ എന്റെയും പ്രശ്നങ്ങളല്ലേ? അതെന്താടോ മനസ്സിലാക്കാത്തെ? എനിക്കാരുമില്ല. എനിക്ക് ഞാനേ ഉള്ളൂ എന്ന സത്യം ഞാൻ എപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. എടോ, ഞാൻ വേറെയാണെന്നേ താൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ ധാരണ തിരുത്തിയെടുക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചതുമാണ്. പക്ഷേ താൻ മാറിയിട്ട് വേണ്ടേ? എന്നെ മനസ്സിലാക്കാൻ തനിക്ക് കഴിയാതെ പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? നാളെ ഞാനൊരു ജോത്സ്യരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ജോത്സനോ? അതെന്തിന്? എനിക്ക് സമയദോഷമുണ്ട്. ജാതകവശാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വിശദമായിട്ടൊന്ന് നോക്കണം. എടോ, അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമുണ്ട്. ദോഷങ്ങളെല്ലാം നോക്കി അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യണം. പൂജയോ വഴിപാടോ ഒക്കെ കഴിക്കേണ്ടി വരും. എടോ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഒരു കാര്യമില്ല. എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ. എടോ, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഈ ജോത്സ്യം നോക്ക്, കവടി നിരത്തൊന്നും അല്ല വേണ്ടത്. അതിന് വല്ല സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കാണണം. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള മാർഗം. അല്ലാതെ വെറുതെ. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഭ്രാന്താണെന്നാണോ? ദുർഗ, അപ്പൊ എന്നെ ഇത്രയും നാളും നിങ്ങളെല്ലാരും കണ്ടിരുന്ന ഒരു ഭ്രാന്തിയായിട്ടാണോ? പറ പ്രസാദേട്ടാ. ഞാൻ എന്റെ മകന് വേണ്ടി ചെയ്ത ശരികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഭ്രാന്തായിരുന്നു. അങ്ങനെയാണോ നിങ്ങൾ കണ്ടിരുന്നത്? താനങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന എന്തിനാ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ജ്യോതിഷം സത്യമാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നവരിൽ പലരും അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ജോത്സ്യനെ ഞാൻ കാണും. അതെന്റെ ആവശ്യം. എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോവാ. അതിന് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയുമില്ല. എനിക്കറിഞ്ഞൂടാ. താൻ എന്താന്ന് വെച്ചാ ചെയ്യ്. ദുർഗേച്ചി നേരത്തെ എഴുന്നേറ്റായിരുന്നോ? എഴുന്നേറ്റ് കാണില്ല എന്ന് കരുതിയാ ഞാൻ ബെഡ് കോഫി കൊണ്ടുവരാൻ വൈകിയത്. സോറി ചേച്ചി. ദാ കോഫി കുടിക്കും. ചേച്ചിയുടെ മുഖം എന്താ ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നെ? ആ ഐശ്വര്യമേ ഇല്ല.
എന്ത് പറ്റി ചേച്ചി? ഓ, ഇന്നലെ ആ യന്ത്രവളുടെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കായി കാണുമല്ലേ? അതൊന്നും അല്ല സുലു. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ദുസ്വപ്നം. ദുസ്വപ്നോ? ഓ, വല്ല കടുവയോ പുലിയോ ഒക്കെ ഇട്ട് ഓടിക്കുന്നതായിരിക്കും അല്ലേ? ഓഹ്, എന്റെ ദുർഗേച്ചി, എന്റെ ദുസ്വപ്നത്തിൽ എപ്പോഴും ചീറിപ്പാഞ്ഞു വരുന്നത് ഒരു രാജവെമ്പാലയാ. എന്റെ സ്വപ്നത്തിലും അതുപോലെ ഒരു വിഷപ്പാമ്പ് തന്നെയാ വന്നത്. വിഷപ്പാമ്പോ? അയ്യോ, ദുർഗേച്ചി, എന്തൊക്കെയാ ദുർഗേച്ചി പറയുന്നേ? ഇത് സത്യാണോ? പിന്നെ ഞാൻ നിന്നോട് നുണ പറയുവോ? ദുർഗേച്ചി, ഇത് ആപത്താ. ഇനി ഒരു നിമിഷം അവളെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അടിച്ച് വെളിയിലാക്ക് ചേച്ചി. ദുർഗേച്ചി, ദുസ്വപ്നം എന്ന് പറയുന്നത് ഫലിക്കുന്നതാ. സംഭവിക്കാൻ പോകുന്നതേ നമ്മള് സ്വപ്നത്തിൽ കാണൂ. കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല ദുർഗേച്ചി. അവൾ ഈ വീട്ടിൽ കേറിപ്പറ്റിയിരിക്കുന്നത് ദുർഗേച്ചിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി തന്നെയാ. അവൾ എല്ലാവരെയും കയ്യിലെടുത്ത് ദുർഗേച്ചിയെ ഒറ്റപ്പെടുത്തി ചേച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അത് തന്നെയാ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവളെ ഇനി ഇതിനകത്ത് ചലിക്കാൻ അവസരം കൊടുക്കരുത്. വെട്ടൊന്നും മുറി 2 അടിച്ച് വെളിയിലാക്കണം ചേച്ചി അവളെ. അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജോൽസിന്റെ കാര്യം പ്രസാദേട്ടനോട് പറഞ്ഞപ്പോ പ്രസാദേട്ടൻ എന്റെ നേരെ നോക്കി പറഞ്ഞത് എന്താണെന്നറിയോ? ഇതൊക്കെ മാനസിക പ്രശ്നമാണെന്ന്. എന്നുവെച്ചാ അതിന്റെ അർത്ഥം എന്താ? ചേച്ചിക്ക് വട്ടാന്ന്. കണ്ടോ കണ്ടോ, ഇപ്പൊ മനസ്സിലായോ ദുർഗേച്ചി? കാര്യങ്ങൾ പോകുന്ന പോക്ക് കണ്ടില്ലേ? ദുർഗേച്ചിക്ക് വട്ടാണെന്ന്. ദുർഗേച്ചിക്ക് വട്ടാണെന്ന് മുദ്രകുത്തി ചങ്ങലെ പിടിച്ചു കെട്ടി വല്ല കുതിരവെട്ടത്തോ ഊളംപാറയിലോ കൊണ്ടുചെന്നാക്കാനാ മാമന്റെയും മരുമോളുടെയും പദ്ധതി. കൂട്ടത്തിൽ ആ ആദ്യം ഉണ്ടാവും. അവൻ പിന്നെ ഒരു പെണ്ണ് വന്നപ്പോ പെറ്റ തള്ളയെ മറന്ന് അവക്ക് ചുറ്റും അങ്ങനെ പാറി നടക്കല്ലേ മോളി മോളി. എന്റെ ദുർഗേച്ചിക്ക് വട്ടാണെന്ന് എങ്ങനെ പറയാൻ തോന്നി ഇത്തരം ക്രൂരത? സ്നേഹം ഒരു കടുകുമണിയോളം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയോ? എന്റെ ചേച്ചിക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞ ഞാൻ അതെങ്ങനെ സഹിക്കും? എന്റെ ദൈവമേ, ഈ ദുഷ്ടന്മാരോടൊക്കെ കണക്ക് ചോദിക്കണേ എന്റെ ഭഗവാനേ. ചേച്ചി, ഇതങ്ങനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. വരാൻ പോകുന്ന വലിയൊരു നാശം മുന്നിൽ കണ്ട ഞാനിത് പറയുന്നത്. അവള് രണ്ടും കൽപ്പിച്ച് ഈ വീട്ടിൽ കയറിയ ശേഷം ദുർഗേച്ചൊന്നും മെരുങ്ങിയിട്ടുണ്ടെന്നാ അവരുടെയൊക്കെ ധാരണ. ആ ധാരണ മാറ്റിക്കൊടുക്കണം ചേച്ചി. നീ ഇന്ന് വളരെ ഹാപ്പി ആണല്ലോ. എന്താടാ കാര്യം? എന്തോ ഒരു നല്ല കാര്യം ഇവന് നമ്മളോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താടാ കാര്യം? പറയാം.
എടാ